ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഏലൈൻ കോട്ട് കോളർ കുർത്തി തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതൊരു ഞാൻ പറഞ്ഞൊരു ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി, അതായത് ക്രോസ് പീസാണ് രണ്ടായിട്ട് മടക്കി, ഒരുപാട് വലിച്ചു നെടുക്കരുത്, രണ്ടായിട്ട് മടക്കി നമുക്ക് ഈ കഴുത്ത് തയ്ക്കാം. കഴുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. രണ്ടായിട്ട് മടക്കി വെച്ച് തയ്ക്കുന്ന എന്തിനെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയും കിട്ടും, അത്യാവശ്യം ഫിനിഷിങ്ങും ആയിരിക്കും. നമുക്ക് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അതിൻ്റെ പുറത്തൂടെ അടിക്കണ്ട കേട്ടോ, പുറത്തൂടെ അടിക്കാതെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ട് തിരിച്ചു വെച്ച് നമ്മൾ അടിച്ചെടുക്കണം. പുറത്തൂടെ അടിക്കണ്ട. നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അടിക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രോസ് പീസ് ആയിരിക്കണം, നിങ്ങൾ വലിച്ചു പിടിക്കരുത്. നമ്മൾ പുറത്തൂടെ അടിച്ച് പതിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴുത്ത് കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നല്ല കഴുത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല റൗണ്ട് നെക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലിനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുക്കാം. അതായത് രണ്ട് പീസ് ഉള്ളത്, ബാക്കല്ല, ഫ്രണ്ടിന് നമ്മൾ രണ്ടായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അതിന് നമുക്ക് ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ചെറുതായിട്ട്, ഒരുപാട് വീതിയൊന്നും വേണ്ട കേട്ടോ. അര ഇഞ്ചിന്റെ രണ്ട് സൈഡും മടക്കി അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും മറിച്ചടിച്ചെടുക്കാം. നമ്മൾ ഇതിന്റെ രണ്ട് സൈഡും മടക്കി അടിച്ച് രണ്ടടി അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ടടി, ഒരടി ഇവിടെ, ഒരടി ഇതിന്റെ തുമ്പിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കോട്ട് പോലെ വരുന്ന ഭാഗമാണിത്. അപ്പൊ നമുക്കിതിനെ ഇനി ഈ പച്ച തുണിയിൽ, അതായത് ഫ്രണ്ടിലെ പച്ച തുണിയിൽ വെച്ചടിക്കാം. ഇത് വെച്ചടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തുണിയും ഇതും കൂടെ ചേർത്തല്ല അടിക്കേണ്ടത്. ഇത് കുറച്ച് വിട്ടാണ് അടിക്കേണ്ടത്. അതായത് ഇതൊരൽപ്പം കയറി നിൽക്കണം, കാരണം നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാനും ബാക്ക് പീസ് ഇതിന്റെ കൂടെ ചേർത്ത് അടിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കയറ്റി അടിക്കണം. ഇനി നമുക്ക് ഇതിന്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ജോയിന്റ് ചെയ്തെടുക്കാം. അതായത് ഇത് ബാക്ക് പീസാണ് കേട്ടോ. ഈ ബാക്ക് പീസിൽ നമ്മൾ ഈ ഫ്രണ്ട് പീസും വെച്ചടിക്കണം, അതിൻ്റെ കൂടെ ഈ കോളർ പീസും വെച്ചടിക്കണം. അപ്പൊ ഈ ബാക്ക് പീസിന്റെ കൂടെ വരേണ്ടത് ഈ പീസാണ്. അപ്പൊ ഇതിനകത്താണ് നമുക്ക് കോളർ വരേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ പച്ചയുടെ പുറത്ത് നമുക്ക് ഈ കോളർ പീസ്, ജാക്കറ്റ് പീസ്, അതായത് ഇതിന്റെ കോട്ട് പീസ് വെച്ചടിക്കാം. കോളറിന്റെ ഈ പച്ചയുടെ പുറത്ത് നമുക്ക് ഇതിന്റെ കോട്ട് വരുന്ന പീസ് വെച്ചടിക്കാം. നിങ്ങൾ കോട്ട് വരുന്ന പീസ് വെച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇത്രയും വിട്ട് വേണം അടിക്കുക. അതായത് ഇത്രയും നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് ഇട്ടയക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ. പച്ച പീസ് ഉള്ളിലാക്കി ഇട്ടിട്ട് കോളർ തയ്ക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടേക്കണം. കണ്ടോ, ഈ പീസ്, അതായത് ഫ്രണ്ടിലെ പീസ് ഒരു 4 ഇഞ്ച് നമ്മൾ നീട്ടിയിട്ടേക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും അതുപോലെ 4 ഇഞ്ച് നീട്ടിയിടണം, കാരണം നമുക്ക് ബാക്ക് പീസ് അതിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മള് ഇതുപോലെ 4 ഇഞ്ച് നമ്മൾ കയറ്റി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബാക്ക് പീസ് വെച്ച് അടിച്ചെടുക്കാം. ഈ പീസും സമമായിരിക്കണം. അതായത് ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം. പച്ച ഉള്ളിൽ കിടന്നോളും, ഇത് രണ്ടും, അതായത് ഇതിലാണ് കോളർ പിടിപ്പിക്കേണ്ട, കണ്ടല്ലോ. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് ഒരേ അളവായിരിക്കണം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും അതുപോലെ അടിച്ചെടുക്കണം. ഈ 2 പീസും നമുക്ക് അതിൽ കൂടെ ചേർത്താണ് കോളർ വയ്ക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ അടിച്ചെടുക്കണം. അതായത് ഇനി നമ്മള് ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ്. കണ്ടോ,
ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടില് നമ്മൾ കോളർ ഒന്നും ചെയ്യുന്നില്ല. ഈ ഫ്രണ്ട് പീസില് നമ്മൾ ചെയ്യുന്ന കോളർ ഇതിലാണ് കോളർ അടിക്കുന്നത്. അതായത് കണ്ടോ, ഈ തയ്യൽ തുമ്പ് രണ്ടും കൂടെ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇതിലേ കൂടെ കോളർ അടിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇതില് ടച്ച് ചെയ്യത്തില്ല, കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഈ ഷോൾഡർ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ കൈക്കുഴി തമ്മിൽ ജോയിന്റ് ചെയ്തെടുക്കാം, ഒരുമിച്ച് വെച്ച് അടിക്കാം. അതായത് ഫ്രണ്ടിലെ കൈക്കുഴി ഒരുമിച്ച് വെച്ച് അടിക്കാം. രണ്ടെണ്ണം ഉണ്ടല്ലോ, കോട്ട് പീസ് ഒന്നും ഉള്ളിലെ പച്ച പീസ് ഒന്നും. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ജോയിന്റ് ചെയ്ത് അടിക്കണം. ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് അടിക്കണം. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ പീസും ചേർത്ത് വെച്ച് അടിക്കണം. ചേർത്ത് വെച്ച് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫ്രണ്ടിലെ പീസ്, ഈ പച്ച പീസും ഈ ഫ്രണ്ടിലെ നമ്മളെ കോട്ട് പീസും കൂടെ, ഫ്രണ്ടിലെ കോട്ടിന്റെ പീസും കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ ഒരു ഇടുപ്പ് വരെ ഒരുമിച്ച് അടിച്ചെടുക്കണം. ഇവിടുത്തെ ഇടുപ്പ് വരെ മതി കേട്ടോ. അതായത് ഒരു 16 ഇഞ്ച് 15 ഇഞ്ച് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ വെച്ച് ചേർത്ത് അടിച്ചെടുക്കുക. രണ്ട് പീസും അങ്ങനെ അടിക്കുക. അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇത് വെച്ച് ചേർത്ത് അടിച്ചെടുക്കുക. ഇത്രയും മതി. അപ്പൊ നമുക്കിതിങ്ങനെ ഒരുമിച്ച് കിടക്കും, കണ്ടല്ലോ, ഒരുമിച്ച് കിടക്കും. എന്നിട്ട് നമ്മൾ ഇതിന്റെ കൈ പിറ്റിയാണ്. കൈ അടിച്ചില്ലല്ലോ നമ്മള്, കൈ ഇങ്ങനെയാണ് അടിക്കേണ്ടത്. അതായത് കയ്യില് നമ്മൾ പച്ച തുണി വെച്ച് അടിക്കണം. പച്ച തുണി വെച്ച് അടിച്ച് ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. ലോക്ക് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ അതിന്റെ പുറത്തൂടെ തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൽ വെച്ച് അടിച്ചിട്ട് ലോക്ക് ചെയ്തങ്ങ് ഇട്ടാൽ മതി. അപ്പോഴും തയ്യൽ വരത്തില്ല അവിടെ. ഇതുപോലെ രണ്ട് കൈയും ഇതുപോലെ അടിച്ചെടുക്കണം, കണ്ടല്ലോ. ഇതേപോലെ 3 ഇഞ്ച് പട്ട ഇതിൽ വെച്ച് അടിച്ചിട്ട് നമ്മൾ അകത്ത് ലോക്ക് ചെയ്തിടുമ്പോൾ ഇവിടെ തയ്യൽ വരത്തില്ല. മറ്റേ നമ്മൾ മടക്കി അടിച്ചിട്ട് ഇവിടെ തയ്ക്കുമ്പോൾ വൃത്തികേടാവും, ഇവിടെ തയ്യൽ വരണ്ട കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ലോക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഈ പീസും നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് ഈ കൈയെ വെച്ച് അടിക്കുന്നത്. കൈ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മിഡിൽ വെച്ച് അടിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഞാനിപ്പോ അല്ലാതെ അടിക്കുവാണ്, പക്ഷെ നിങ്ങൾ മിഡിൽ വെച്ച് അടിച്ചു തുടങ്ങുന്നതായിരിക്കും ഭംഗി. നമുക്ക് കൈ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം. നമ്മൾ കൈ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തു, കണ്ടോ. ഇതുപോലെ നമ്മൾ കൈ ജോയിന്റ് ചെയ്തെടുത്തു. അപ്പൊ ഇപ്പുറത്തെ കൈയും നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാം. നമ്മൾ കൈ രണ്ടും ജോയിന്റ് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ പീസ് ഒന്ന് മടക്കി അടിക്കാം. ഇതൊരല്പം ഇറക്കം കുറച്ച് മടക്കി അടിക്കണം. അതായത് ഇത്തിരി വീതിക്ക് മടക്കി അടിച്ചാൽ മതി. അപ്പോഴൊരല്പം ഇറക്കം കുറഞ്ഞത്. നമ്മൾ ഒരേ അളവിനാണ് വെട്ടിയത്. അപ്പൊ ഇതൊന്ന് അല്പം വീതി കൂട്ടി മടക്കി അടിച്ചാല് കറക്റ്റ് ആവും. അപ്പൊ ഇതൊന്ന് ആദ്യം അടിച്ചു വെച്ചിട്ട് നമ്മള് അടിക്കണം. പക്ഷെ ആദ്യമേ അടിച്ചു വെച്ചാൽ നീളം കൂടിപ്പോയാൽ പിന്നീട് നമുക്ക് പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഒന്ന് നോക്കിയിട്ട് അടിച്ചു വെക്കണം. ഇതൊന്ന് നമ്മൾ വീതി കൂട്ടി അടിച്ചു വെക്കും. ഇതുപോലെ അപ്പുറത്തെ പീസും ഒന്ന് അടിച്ചു വെക്കാം. അതായത് ഈ ഫ്രണ്ടിലെ കോട്ട് പീസ് മാത്രം, കോട്ട് പീസ് രണ്ട് സൈഡും ഒന്ന് മടക്കി അടിച്ചു വെക്കാം. ഒരല്പം വീതി കൂട്ടി, അതായത് മറ്റേ രണ്ട് പീസും കൂടെ മടക്കുമ്പോൾ ഇതുമായിട്ട് കൂട്ടി യോജിക്കാത്ത രീതിയിൽ ഇത് അല്പം ഇറക്കം കുറച്ചിട്ട് മടക്കി അടിക്കണം. വലുതായിട്ട് ഇത്തിരി വലിയ പീസായിട്ട് മടക്കി അടിച്ചാൽ മടക്ക് ഇത്തിരി കൂട്ടി അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് മറ്റേ ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചു പോവാം.
അപ്പൊ നമ്മളിത് ഫ്രണ്ട് പീസ്, ഈ ഫ്രണ്ട് കോട്ട് പീസ് നമ്മൾ അടിച്ചു വെച്ചു അല്ലേ. അപ്പൊ ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. കോട്ട് പീസ് അടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. കണ്ടോ? അപ്പൊ നമ്മള് ഈ പീസ് നമ്മൾ ചെറുതാക്കി മടക്കി അടിക്കുമ്പോൾ ഒരല്പം ഇറക്കം കുറഞ്ഞിരുന്നാൽ നമുക്ക് ഇത് ഒരു ചുറ്റും ഒരുമിച്ച് മടക്കി അടിച്ച് പോവാം. അതായത് ഈ താഴത്തെ വശം വലിയ വശം ഒരുമിച്ച് നമുക്ക് മടക്കി അടിച്ച് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇറക്കം ഒരല്പം കുറച്ചിട്ട് മടക്കി അടിക്കുമ്പോൾ വലുതാക്കി മടക്കി അടിക്കാൻ പറഞ്ഞത്. ഇറക്കം കുറച്ച് വെട്ടണമെന്നില്ല, നമ്മൾ അടിക്കുമ്പോൾ അത് ഒരു അല്പം മടക്കുന്നത് കൂടുതൽ മടക്കിയാൽ മതി, കാണാനും ഭംഗിയായിരിക്കും. കാരണം ആ കോട്ടന്റെ പീസ് ഒരല്പം കൂടുതൽ മടക്കിയിടുമ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും. അപ്പൊ നമുക്കിതിന് ഈ ഇപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ അടിച്ചു പോവാം. ഞാനിത് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിന്റെ അളവൊന്ന് പിടിച്ചു നോക്കാം. നമുക്ക് 40 ഇഞ്ചാണ് വരേണ്ടത്. ചെസ്റ്റ് 40 ഇഞ്ചുണ്ട് കറക്റ്റ് കേട്ടോ. 40 ഇഞ്ചുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ പിറ്റ് വണ്ണം 2 ഡാട്ട് കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോ 36 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് ഡാട്ട് കൂടെ എടുക്കുമ്പോൾ കറക്റ്റ് ആവും. ബാക്ക് പീസിൽ ഒരു ഡാട്ട് എടുക്കുക, 2 ഡാട്ട് 2 സൈഡിലും കൊടുക്കുക. അപ്പൊ ഒന്ന് ഇടുപ്പ് ഒതുങ്ങിയിരിക്കും കേട്ടോ. ഡാട്ട് എടുക്കാൻ അറിയാലോ. ഷോൾഡറിന്റെ അവിടെ നിന്ന് മിഡിലിൽ പിടിച്ചിട്ട് കൈക്കുഴിയിൽ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് താഴ്ത്തി ഡാട്ട് എടുക്കണം. ഒരു 7 ഇഞ്ച് ഡാട്ട് കൊടുത്താൽ മതി. 7 ഇഞ്ച് നീളത്തിന് ഡാട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കാം ഡാട്ട്. അറ്റം കൊണ്ട് കൂർപ്പിച്ചിട്ട് നടുക്കൊരൽപ്പം വീതിക്കുക. അപ്പൊ നല്ല ഒതുങ്ങിയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തും അതുപോലെ എടുക്കാം. ഒരേ അളവിനെടുക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി ഈ കയ്യിൽ അവിടെ കൂടെ ഒരടി കൂടെ അടിച്ചെടുക്കാം. ഇത് നമ്മൾ ഒരടി അടിച്ചിട്ടുള്ളൂ. ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടെടുക്കാം കേട്ടോ. 2 തയ്യൽ വേണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മളിത് ഒരു സ്റ്റിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടെടുത്തതാണ്. അപ്പൊ 2 സ്റ്റിച്ച് ആയിട്ടുണ്ട്. അത് മതി. നമുക്കിനി ഇതിനൊന്ന് മറിച്ചിട്ട് നോക്കാം. ഈ കെട്ടുണ്ട് കേട്ടോ. ആ കെട്ടിന് നമ്മളിവിടെ ഒരു പൈപ്പിങ്ങിന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് പൈപ്പിംഗ് ആക്കി എടുക്കുക. പൈപ്പിംഗ് ആക്കി എടുക്കാൻ അറിയാലോ. ക്രോസ് പീസിനെ ഒന്ന് തയ്ച്ചിട്ട് നൂത്തെടുത്താൽ മതി. നമ്മൾ ഈ പൈപ്പിംഗ് നൂത്തെടുക്കുവാണ്. പൈപ്പിംഗ് അതിനകത്തൊരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ നൂല് കയറ്റിയിട്ട് വലിച്ചെടുത്താലും മതി. നിങ്ങൾക്കറിയാലോ പൈപ്പിംഗ് നൂത്തെടുക്കാൻ. ഇതുപോലെ പൈപ്പിംഗ് അടിച്ച് ക്രോസ് പീസ് തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നൂത്തെടുക്കാൻ പറ്റത്തില്ല. ഇതിനെ ഇനി 2 ആയിട്ട് മുറിച്ചെടുക്കുക. ഇതിന്റെ പകുതി മതി കേട്ടോ. പകുതി മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിന്റെ തന്നെ ഒരു പീസ് എടുത്ത് ഒരു ടസിൻസ് കൊടുക്കുക. ചെറുത് മതി. ഇതിന്റെ തന്നെ ടസിൻസ് അടിക്കാൻ അറിയാലോ. നാളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് പോലെ ഇതിന്റെ ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുക്കോട് മുക്ക് ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ തുണി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ചേർത്തടിക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടെടുക്കുക. ഇത്രയുള്ളൂ കേട്ടോ. ഇത്രയുള്ള ടസിൻ. ഇത് മതി. ചെറിയൊരു ടസിൻസ് മതി. ഒറ്റ. ഇതുപോലെ 2 വള്ളി
2 വള്ളിയിൽ ഓരോ സൈഡിലൂടെ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വള്ളിയെ നമ്മൾ ഇതിൻ്റെ ഇവിടെ പിടിപ്പിച്ചെടുക്കണം. അതായത് ഒരേ അളവിന് എടുത്തിട്ട് അതായത് കണ്ടോ, ഇതില് നമ്മൾ എവിടെയാ പിടിപ്പിച്ചിരിക്കുന്ന അറിയാലോ, ഒരു കോളറിന്റെ അവിടെ നിന്ന് ഒരു 6 ഇഞ്ചിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കോളറിന്റെ അവിടെ നിന്ന് 6 ഇഞ്ച് താഴ്ത്തി ഒരേ അളവിന് ഈ കെട്ട് പിടിപ്പിക്കുക. ഒരേ അളവായിരിക്കണം, മാറിപ്പോരില്. മുകളിൽ നിന്ന് താഴെ ആയിപ്പോയാൽ താഴെ അറ്റം വരുമ്പം അളവിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഒരേ അളവിന് തന്നെ തയ്ക്കണം. ഇത് കോളറും അടിക്കണം, താഴത്തും അടിക്കണം. നിങ്ങളൊരു താഴെ ഞാൻ പറഞ്ഞില്ലേ, ഒരു താഴത്തെ പീസ് കോട്ടന്റെ പീസ് ചെറുതാക്കി അടിക്കാം. അപ്പൊ നമുക്കിനി മറ്റേ പീസ് ഒന്ന് മടക്കി അടിച്ചെടുക്കാതാണ്ട, ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു ശകലം പൊങ്ങി നിന്നാൽ മതി. അപ്പൊ ഇത് നമുക്ക് വളച്ചങ്ങ് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഫ്രണ്ട് പീസ് ഒരേ അളവിന് കിടക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വളച്ചടിച്ചെടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് മറിച്ചടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ മടക്കി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ അതൊരു പീസ് അങ്ങ് കട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇത്രയും ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇങ്ങനെ പൊക്കി കിടക്കുമ്പോൾ നമുക്ക് മറിച്ച് ഒരുമിച്ച് ഇത് റൗണ്ട് ചെയ്ത് അടിച്ചു വരാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് നിർത്തി നമ്മൾ ഓരോന്ന് പീസ് വീതം അടിച്ചിട്ട് ഈ സൈഡ് മൂട്ടുമ്പോൾ അവിടെ ഒരു വൃത്തികേടായിരിക്കും. സൈഡ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് അടിച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതിപ്പോ ഇനി കോളർ മാത്രം വെച്ചാൽ മതി. ഇനി കോളർ മാത്രമേ ഉള്ളൂ ഈ കുർത്തിക്ക്. ഇനി കോളർ മാത്രം. അപ്പൊ നമുക്ക് കോളറും കൂടെ വെട്ടിയെടുക്കാം. കോളർ നമുക്ക് ഒരല്പം വളച്ചാണ് ഇതിന് വെട്ടാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് 8 ഇഞ്ച് കോളറാണ് വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 4 ഇഞ്ചിൽ നിന്ന് തുടങ്ങി 1.5 ഇഞ്ച് കൊണ്ടുവരണമെന്നല്ലേ. അപ്പം നമുക്ക് ഇത് കുറച്ചുകൂടെ വളച്ചെടുക്കണതുകൊണ്ട് 5 ഇഞ്ചിൽ നിന്ന് തുടങ്ങി 1.5 ഇഞ്ച് കൊണ്ടുവരണം. അപ്പോൾ കുറച്ചുകൂടെ വളഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 8 ഇഞ്ചാണ് വേണ്ടത്. കറക്റ്റ് 8 ഇഞ്ച് ഇവിടെ വരണം. അപ്പം നമുക്ക് ഈ 5 ഇഞ്ചിൽ നിന്ന് നമുക്ക് വളവ് കൂടുന്തോറും ഇവിടുത്തെ അകലം കൂട്ടണം. പക്ഷെ താഴത്തെ അകലം കുറച്ചാലും കുഴപ്പമില്ല, കൂട്ടരുത്. 1 ഇഞ്ച് 1.5 ഇഞ്ച് എന്നുള്ള 1 ഇഞ്ചായാലും കുഴപ്പമില്ല, എങ്കിലേ വളഞ്ഞു വരുള്ളൂ കേട്ടോ. ഒരു ഇഞ്ചിനകത്ത് വീതി മതി. വീതി കുറച്ചെടുക്കണം ഇതിന്, അല്ലെങ്കിൽ കൊണ്ടൂല. നമുക്കിതിന് 8 ഇഞ്ച് കണക്കാക്കി വെട്ടിയെടുക്കാം. ഇത് ഇനി ഇങ്ങോട്ട് വളച്ചാണ് ഇവിടെ നിന്ന് മേലോട്ട് വളച്ച് ഇത് ചരിച്ച് വെട്ടി കൊടുക്കണം. നമ്മൾ കോളർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വളച്ചെടുക്കണം, എങ്കിലേ നമ്മളെ കഴുത്ത് വളഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ
ഇതിൻ്റെ കോളറ് പച്ചയല്ല, ഇത് തന്നെയാണ്. എല്ലാ പീസും ഇത് തന്നെ. ബാക്ക്, കോളറ് എല്ലാം ഇത് തന്നെ. പച്ച വരുന്നത് ഫ്രണ്ടിലേക്കും കൈയുടെ പട്ടയ്ക്ക് മാത്രമാണ് പച്ച വരുന്നത്. അപ്പോൾ നമുക്കിതിന് ഈ കോളറിൻ്റെ കണക്കിന് ഒരു പീസ് വെട്ടിയെടുക്കാം. റൗണ്ട് ചെയ്ത് വരണം. അപ്പോൾ നിങ്ങൾ കുറച്ച് വീതിക്ക് തുണി വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ കോളർ അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കോളർ അടിച്ചെടുക്കാം അല്ലേ. കോളർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വളഞ്ഞ വശമല്ല, അകത്ത വശമാണ് അടിക്കേണ്ടത് കേട്ടോ. അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് അകത്ത വശമാണ്. നമുക്കിനി ഇതിൻ്റെ ബേസ്റ്റെല്ലാം വെട്ടിക്കളയാം. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി കേട്ടോ. കോളർ അടിക്കുമ്പോഴേ ഒരുപാട് തയ്യൽ തുമ്പിട്ടാൽ കോളർ മറിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ ഒരുമാതിരി കട്ടിയായിരിക്കും. അപ്പം നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിനി ഇതുപോലെ വേറെ വേറെ മോഡലുകളുമായിട്ട് വരും. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള നിങ്ങൾക്ക് എല്ലാ മോഡലുകളും പഠിക്കാം. ഞങ്ങൾ കുർത്തിയാണ് ഏറ്റവും കൂടുതൽ കടയിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മോഡലാണ്, എല്ലാവർക്കും ഒരേ മോഡലല്ല. അപ്പം നമ്മളിനി ഈ കോളർ അടിച്ചെടുക്കാം. അപ്പം നമുക്ക് കോളർ ഒന്ന് അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് അളവ് പിടിച്ച് നോക്കണം. കോളറിൻ്റെ ഇതിൻ്റെ പകുതി പിടിച്ച് നോക്കിയാൽ മതി. പകുതി പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റാണെങ്കിൽ ഓക്കെയാണ്. പകുതി കറക്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ കോളർ തയ്ച്ചെടുക്കാം. കോളർ തയ്ക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് അടിച്ച ഭാഗം ആദ്യം തയ്ക്കണം. ക്യാൻവാസ് വെച്ച് തേച്ചിട്ടില്ല ഞാൻ, തേക്കിനെ പിന്നെ തേച്ചൊട്ടിച്ചാൽ മതി. നിങ്ങൾ തേച്ചൊട്ടിച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് അത്ര ഫിനിഷ് ആവില്ല. നമുക്ക് അത് വശമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഫ്രണ്ട് വശത്ത് വെച്ച് അടിച്ചിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചിട്ട് അടിച്ചെടുക്കണം. ഉറക്കം കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോണവർക്കും കുറച്ച് റിസ്ക് എടുത്താൽ നമുക്കൊരു ജോലി പഠിച്ചെടുക്കാം. സമയം എല്ലാത്തിനും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മളെ സമയം ഉണ്ടാക്കത്തില്ല, നമ്മൾ സമയത്തെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തേച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഏലൈൻ കോട്ടുള്ള കുർത്തി റെഡി കണ്ടോ. ഇത്രയേ ഉള്ളൂ നമുക്കിതിനെ തയ്ക്കാനായിട്ട്. ഒരുപാട് ജോലിയൊന്നുമല്ല, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തയ്ക്കണമെന്ന് മാത്രം. ഇതാണ് ഏലൈൻ കുർത്തി കണ്ടോ. ഏലൈൻ നമ്മുടെ ഓപ്പൺ ജാക്കറ്റ്, അതായത് കോട്ട് മോഡൽ കുർത്തി കണ്ടോ. ഇതാണ് നമ്മുടെ കോട്ട് മോഡൽ കുർത്തി. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ. ഇതാ ഒരു സൈഡ് ഗ്രീന്, ഒരു സൈഡ് ബാക്ക്, ഫ്രണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് ഈ കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കോളറാണ്, പക്ഷെ കോളറിൽ ഈ കെട്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ കെട്ട് നമ്മൾ വേണമെങ്കിൽ അങ്ങ് മാറ്റിയിട്ടാൽ ഓപ്പണായിട്ട് കിടക്കുകയും ചെയ്യും കണ്ടോ. ഓപ്പണായിട്ട് കിടക്കാം, ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം. പിന്നെ ഇടാം റൗണ്ട് നെക്കാണ്. എങ്ങനെ ഇടാം. നല്ല കുർത്തിയല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. എത്ര നല്ല ഭംഗിയുള്ള കുർത്തി എന്നാലും നോക്കിക്കേ. നല്ല സൂപ്പർ കുർത്തിയല്ലേ കണ്ടോ. 2 പീസാണിത്. കണ്ടോ നല്ല ഭംഗിയാണ്. ഏലൈൻ കുർത്തിയാണ്, പക്ഷേ നല്ലൊരു മോഡലുമാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നത്.